ഭൂമിയെ അംഗനവാടിയിൽ വിട്ടിട്ടാണ് ഞാൻ എൻ്റെ ക്ലീനിങ് പരിപാടി തുടങ്ങുക. കാരണം ഭൂമി നമ്മളുടെ ഒപ്പം നിന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ പൊടി അവളുടെ മേത്തേക്കാവും. അതൊന്നും അവൾക്ക് ഒരു കാര്യമേ അല്ല. കാരണം നമ്മൾ ചെയ്യണതിൻ്റെ കൂടെ നിന്ന് തന്നെ ഓരോ കാര്യങ്ങൾ അവൾക്കും ചെയ്തുകൊണ്ടിരിക്കണം. ഓരോ സാധനങ്ങൾ എടുക്കലും പിടിക്കലും അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അവൾ പോയിട്ട് ഞാൻ ഈ വക പരിപാടികളൊക്കെ ചെയ്യാറുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ റൂം വൃത്തിയാക്കി കഴിഞ്ഞിട്ട് കിടക്കയുടെ മറ്റെന്താ പറയുക ഷീറ്റൊക്കെ വിരിച്ച് കഴിഞ്ഞിട്ട് തുണി ഒരു ലോഡ് മടക്കാനുണ്ടായിരുന്നു. ആ തുണികളൊക്കെ കൊണ്ടുവന്നിട്ടു. കുറച്ച് നേരം നിന്ന് മടക്കി, പിന്നെ കുറച്ച് നേരം ഇരുന്ന് മടക്കാമെന്ന് വിചാരിച്ചു. കാരണം അത്രയും തുണികളുണ്ട്. തുണി മടക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഏട്ടൻ എന്നോട് കിസ്ത പറയാൻ വേണ്ടി വന്നത്. ഏട്ടനും ഞാനും കൂടി ഒരു 10 മിനിറ്റിൽ കൂടുതൽ സംസാരിച്ചാൽ അവരെ ഇടി ഉറപ്പാണ്. അതുപോലൊരു ഇടി കഴിഞ്ഞിട്ടാണ് പോയത്. ആളുടെ പാട് നോക്കി പോയി. ഞാൻ പിന്നെ എൻ്റെ ബാക്കി പരിപാടികളിലേക്ക് പോയി. കോലായി മീൻസ് നമ്മളിങ്ങനെ കയറി വരുന്ന ആ സ്ഥലം അടിച്ച് വൃത്തിയാക്കി, ചെടികളൊക്കെ മാറ്റി, പിന്നെ ആ വിളക്കൊക്കെ മാറ്റി അടിച്ച് കഴിയുമ്പോൾ തന്നെ ഒരു നേരമാവും. കാരണം അത്രയും പൊടി ഉണ്ടാവും. ഇപ്പോൾ ഈ പുറത്തുനിന്നുള്ള പൊടി മുഴുവൻ അകത്തേക്ക് അടിച്ച് കയറുന്നുണ്ട്. അങ്ങനെ അതൊക്കെ അടിച്ച് വാരി എല്ലാം കഴിഞ്ഞ് ഹാളിലേക്ക് എത്തി. ഈ ഹാളിൽ ഈ സോഫയുടെ മുകളിൽ എന്താ ഈ ഷീറ്റ് ഇട്ടേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ 2-3 പാത്രങ്ങൾ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കുഞ്ഞു ബൗൾസ്, ഈ പ്ലാസ്റ്റിക്കിൻ്റെ. അപ്പോൾ അതെടുത്ത് വെച്ചിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ആൾ ഈ സോഫയുടെ മുകളിൽ വന്നിട്ടാണ് കളിക്കുക. അപ്പോൾ ഈ സോഫയുടെ മുകളിൽ നിറച്ച് പൊടിയും അഴുക്കും ഒക്കെ ആകും. അതുകൊണ്ടാണ് അയാൾ ഷീറ്റ് ഇട്ടേക്കണത്. അങ്ങനെ വേഗം അതൊക്കെ തുടച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഈ തുടയ്ക്കണ സമയത്താണ് ഈ വാഷ് ബേസിൻ്റെ ആ ഏരിയയും കൂടി കഴുകുക. കാരണം താഴെയൊക്കെ വെള്ളം വീണിട്ടുണ്ടെങ്കിൽ നമ്മൾ തുടയ്ക്കുമ്പോൾ തന്നെ ആ വെള്ളമൊക്കെ പോകുമല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് തുടയ്ക്കണ പരിപാടിയിലേക്ക് കടന്നു. തുടയ്ക്കാനായിട്ട് എനിക്ക് എന്താ പറയുക 2-3 പ്രാവശ്യം ഞാനിങ്ങനെ തുടയ്ക്കും. അത് ഇവിടെ എന്നെ ചീത്ത പറയുകയും ചെയ്യും. ആദ്യം ഒരു തുട ഉടയ്ക്കും, പിന്നെ ഒരു തുട ഉടയ്ക്കും. അപ്പോൾ എനിക്ക് തുടയ്ക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഒരു 1-1.5 മണിക്കൂർ എങ്ങനെ പോയാലും എടുക്കും. അപ്പോൾ പിന്നെ എന്തായാലും തുടയ്ക്കുകയല്ലേ, നല്ല വൃത്തിയിലൊക്കെ തുടയ്ക്കാമെന്നൊക്കെ നമ്മൾ വിചാരിക്കും. അങ്ങനെ മൊത്തത്തിൽ അടിച്ച് നനച്ച് കഴുകിയെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. ഹോളൊക്കെ നല്ലോണം തുടച്ചു. പക്ഷേ ഇത് കുറച്ച് നേരത്തേക്ക് ഉണ്ടാവുള്ളൂ. ഇപ്പം തന്നെ ഒരു 2-2:30 ആവാറായിട്ടുണ്ട്. മാഡം വരാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇനി മൊത്തം ആൾ ബിരിയാണി ഉണ്ടാക്കുക, ചായ ഉണ്ടാക്കുക, ഈ വക പരിപാടികളൊക്കെ ആയിരിക്കും. അപ്പോൾ വെള്ളവും മറ്റേ അടുക്കളയിലുള്ള ഗോതമ്പ് പൊടി, അരിപ്പൊടി ഇതൊക്കെ ആൾക്ക് വേണ്ടി വരും. ഇതൊക്കെ അവിടെ ആകെ ഇതാക്കിയിടും. പിന്നെ എൻ്റെ ഹോളൊക്കെ അടിച്ച് തുടച്ച് റൂംസൊക്കെ അടിച്ച് തുടച്ചൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും എൻ്റെ അടുക്കള ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു. വേഗം അടുക്കളയൊക്കെ തുടച്ച് വൃത്തിയാക്കി അതൊക്കെ എടുത്തു വെച്ചു. ഭക്ഷണം കഴിച്ച പാത്രങ്ങളൊക്കെ മാറ്റി വെച്ചു. അങ്ങനെ അതൊക്കെ ഒരു ലോഡ് പണിയൊക്കെ തീർത്തു. അങ്ങനെ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ടാറ്റാ.